അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ടല്ലാടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഒരു കാര്യവും നടന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കറണ്ട് എന്നെ ചതിച്ചത് കൊണ്ട് തയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിങ്ങനെ പെട്ടെന്ന് തയ്ക്കേണ്ടി വന്നു. ഒരു പാവാട ഉടുപ്പും അത് ഓൾറെഡി ഞാൻ തയ്ച്ചു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി പാവാട ഉടുപ്പും ചെയ്യാണ്ട് അത് ചെയ്തിട്ടില്ല. അല്ലാണ്ട് കുറച്ച് ഇത് സ്കൂളിൽ പരിപാടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോഴാണ് റൈഹു വന്നപ്പോൾ പറഞ്ഞത് നാളെയാണ് അവർക്ക് സ്കൂളിൽ പ്രോഗ്രാം, അതായത് ഈ ഓണപ്പരിപാടി നാളെയാണ്. അപ്പോൾ ഒരേ കണക്കത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം. ഒരേ കണക്കത്തത് നിർബന്ധമില്ല കേട്ടോ. അവന് മുണ്ടും ഷർട്ടും വേണം, അന്നമ്മയ്ക്ക് പട്ടുടുപ്പും പാവാടയും വേണം. അപ്പം പട്ടുടുപ്പും പാവാടയും ഇല്ല കേട്ടോ അന്നുവിന്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തതൊന്നും മാത്രം നല്ലതായിരുന്നില്ല. അതായത് തട്ടിക്കൂട്ടി ചെയ്തിട്ട് ഭയങ്കര കുഞ്ഞിതുമാണ്. ഞാനത് വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഡ്രസ്സില്ല. ഇനിയിപ്പം മെറ്റീരിയൽ എടുക്കാനും എനിക്ക് അത് യൂസ് അല്ലല്ലോ. അതായത് അങ്ങനെ ഇനി അടുത്തൊരു ഓണപ്പരിപാടി എങ്ങാനും വരുമ്പോഴായിരിക്കും അത് ഉപയോഗിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ എൻ്റെ ഒരു തുണി ഇരിപ്പുണ്ട്. പട്ടെടുപ്പും പാവാട തുണിയൊന്നുമല്ല. ഞാനത് നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ പറയേ എങ്ങനെയുണ്ടെന്ന്. തുണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രി ഇരുന്നിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അതുപോലെ ഒരു ഷർട്ടിൻ്റെ പീസും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതും വെച്ചിട്ട് റൈഹുവിന് ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ ചെയ്യും കേട്ടോ റൈഹുവിന്. പക്ഷേ അന്നുവിന് മിക്കവാറും ഞാനതിൽ ചെയ്യും. പക്ഷേ ആ കളറാണ് ഒരു പ്രശ്നം. അത് ആ ഒരു കളർ ആയതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കാതെ വെച്ചിരുന്നതുമാണേ. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം എൻ്റെ കളറ്. അല്ലാണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അത് നല്ല കളറുള്ള തുണി എടുത്തിട്ട് അവർ തയ്ക്കാൻ കൊണ്ട് തന്നതാണ്. അത് തയ്ച്ചത് ഞാൻ കാണിച്ചു തരാം. ഇതും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ കളർ. പക്ഷേ ഈ ക്യാമറയിൽ നല്ല അത്യാവശ്യം വൃത്തിയുള്ളൊരു വേറെ ഏതോ ഒരു കളർ പോലെ ഇരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്ലൂറസെൻ്റ് കളർ എന്നൊക്കെ പറയത്തില്ലേ, ഒരു മിന്നി കളറ്. നമ്മളെ കളറ് പണ്ട് കളർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും ആ കളർ കിട്ടാറില്ല എന്ന് തോന്നുന്നു. കളർ പെൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു മിന്നി കളർ കാണത്തില്ലേ, അതിൻ്റെ കടുത്ത കളറാട്ടോ ഇത്. പക്ഷേ ഇതിൽ വേറൊരു കളറായിട്ട് തോന്നുന്നു. ഒരു പച്ച, അതായത് തളിരിലയുടെ ആ ഒരു കളറിൻ്റെ കടുത്ത കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്ന തുണി. ഇതിലൊരു ലൈറ്റ് മഞ്ഞായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതാണ്. അതിൽ തയ്ച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി കേട്ടോ ഈ ഒരു തുണി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇത് എപ്പോൾ എടുത്താന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊരു ഫ്രോക്കിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തതാണ്. അപ്പോൾ അന്ന് മുതലേ അതിങ്ങനെ മടക്കി വെച്ചിട്ട് ആ മടക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി ഇത് വെച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചെയ്ത് കൊടുക്കാം. അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇടട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലിടാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും തുണിയായിട്ടിരുന്നാലും അത് ചീത്തയായിപ്പോവും. കളർ ചേഞ്ചൊക്കെ വന്നു തുടങ്ങി, ചീത്തയായിപ്പോവും. അതുപോലെ റൈഹാൻ്റെയും അത് നല്ല തുണിയാണ് കേട്ടോ. അത് തികയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൂടെ കാണിച്ചതേ. ഇതാട്ടോ, ഇതും വേറൊരു കളറായിട്ടാണ് ഇതിൽ കാണുന്നത്. പക്ഷേ ഇതേപോലെ വർക്കും ഡോട്ടും ഒക്കെ വരുന്ന ടൈപ്പ് നല്ല തുണിയാണ്. ഇത് നല്ല തുണിയാണ്. ഇതും അതിൻ്റെ കൂട്ടത്തിൽ എടുത്തതാണ്. കുട്ടി ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത തുണിയിലുള്ളതാണ് ഇതും. അപ്പോൾ ഇതും ഇനി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിക്കും. നമുക്കിതുപോലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് എടുക്കാമെന്ന് പറയണത് ഇച്ചിരി എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം രാവിലെ മുതലേ കുറച്ച് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ പട്ടുടുപ്പും പാവാടയും തയ്ക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ അയൺ ചെയ്ത് പ്ലീറ്റ് എടുത്ത് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ. ഇന്നലെ രാത്രി ഞാൻ അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് വെച്ചിട്ടത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ അടുക്കളയിൽ സ്ലാബിൻ്റെ മണ്ടയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ അയണിങ്ങും പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ തന്നെ വെച്ചേക്കുവാണ് ഞാൻ ചെയ്തിട്ട് ഒന്നും കൂടി അയൺ ചെയ്തിട്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. തച്ചത് കൊണ്ടിട്ടാണ് അയൺ ചെയ്തത്. ഇവിടെ ഒരു പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവർക്ക് റൈഹുവിൻ്റെ ഫ്രണ്ടിന് ചെയ്തിട്ടുള്ള ഡ്രസ്സ്. ഇതാണ് ഈ ഒരു ടൈപ്പ് കയ്യും പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. പിന്നെ ഈ പാവാട ഞാൻ മടക്കി വെച്ച് വെക്കും കേട്ടോ. ഇനി ഇത് എനിക്ക് നോക്കുന്നത് റിസ്ക്കാണ്. ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഒരു ഗോൾഡ് വരുന്നൊരു മെറ്റീരിയൽ, ഒരു ഗോൾഡൻ കണക്കത്തെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണേ. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു കളർ അവർ ഓൾമോസ്റ്റ് പിള്ളേരും ഈ ഒരു കളറായിരിക്കും ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റൈഹാൻ ഇപ്പം എന്തായാലും ഈ ഒരു കളറ് എടുത്തില്ല. ഇനി രാത്രി പറ്റുമോ എന്ന് നോക്കട്ടെ. പറ്റുവാണെങ്കിൽ എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ കേട്ടോ.
ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യണം. ഇപ്പം ഈ വീഡിയോയിൽ അത് ചെയ്തിട്ടുള്ളത് ഇടാൻ പറ്റത്തില്ല കേട്ടോ, കാരണം എന്തായാലും ഞാൻ പാതിരാത്രിയാവും അതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നാളെ അവിടെ എന്തോ ശബ്ദം കേട്ടോ, നാളെ ചെയ്തിട്ട് ഇട്ടുകൊണ്ട് പോകുന്ന വീഡിയോ ഇടാം കേട്ടോ. ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല, നോക്കട്ടെ. അനുവിന് കുറേയധികം ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കാരണം അവർ സ്കൂളിൽ ഇതുപോലെ കളർ ഡ്രസ്സ് ഇടാൻ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ഈ ഒരു പരിപാടിക്കും പിന്നെ അവരുടെ ബർത്ത്ഡേക്ക് മാത്രമാണ് കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്നത്, അല്ലാതെ എല്ലാ ദിവസവും യൂണിഫോം തന്നെയാണ്. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ ഈ ഫ്രോക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറേ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും കളർ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എങ്ങോട്ടും പോകുന്നുമില്ല, അഥവാ പോകുന്നെങ്കിലും വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഡ്രസ്സുകൾ ചെയ്തിട്ടും കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവൾ പഠിച്ച സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ കളർ ഡ്രസ്സ് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓക്കെ ഇരിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കാനും പറ്റുമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഫ്രോക്കുകളെല്ലാം കൂടി ചവിട്ടി കൂട്ടിയിട്ട് ഒരു കവറിൻ്റെ അകത്താക്കി അലമാരിയുടെ അടിഭാഗത്ത് എടുത്ത് വെച്ചേക്കാണ്. കാരണം ഓരോ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് അനുവിൻ്റെ ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്. വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും ഇത്രയും പ്രായത്തിൻ്റെ ഇടയ്ക്ക്. ബാക്കിയെല്ലാം ഉള്ള ഡ്രസ്സ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്രോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണം വരുന്ന സമയത്തൊക്കെ കുറച്ച് ഹെവി ഡ്രസ്സ് ആയിരിക്കും ചെയ്യുന്നത്. അത് നമുക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയും എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്നാൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ അതിലൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്കിവിടെ പഴയ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോം ടൂറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ അലമാരിയിലൊക്കെ വെള്ളമൊക്കെ ആയിട്ട് കുറച്ച് അവിടെ ഇവിടെ കുറച്ച് ഡാമേജ്, അല്ലെങ്കിൽ ഈ കരിമ്പേൻ അടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ആവാറുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സിലും അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിട്ടുണ്ടാവും. കാരണം ഇതുപോലെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, നനവടിക്കും അതിൻ്റെ അകത്ത്. മഴ പെയ്യുമ്പോൾ അലമാരിയൊക്കെ വെച്ചേക്കുന്ന സൈഡിലായിട്ട് നനവ് വരാറുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ടില്ല, പാല് കാച്ചൽ കഴിഞ്ഞിട്ടില്ല, എന്നാൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി ഒതുക്കിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേ കാര്യങ്ങളും ചെതലെന്ന് പറയുന്നൊരു സംഭവം അത്യാവശ്യം നന്നായിട്ട് വരും. തടിയുടെ അലമാരിയാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് ചെതൽ കയറിയിട്ട് കുറേ സാധനങ്ങൾ, കുറേ തുണികൾ അതുപോലെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതിൻ്റെ അകത്ത് നനവടിച്ചിട്ട് ഇതുപോലെ ചെതലായിട്ട് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതിലങ്ങനെ അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും വെക്കാറില്ല. യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് അതിൽ വെക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ചെതൽ അതിൻ്റെ 3/4 ഭാഗവും തിന്നിട്ടും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പിന്നും പുതിയ ഡ്രസ്സുകൾ ചെയ്യാനും ഇപ്പോൾ കുറേ ആയിട്ട് മേടിക്കാനും ഒക്കെ മടിക്കുന്നതിൻ്റെ കാരണം അതാണ്, വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ചെയ്താലേ എനിക്ക് അതിനുള്ള ഒരു വഴി കിട്ടുള്ളൂ. ഇപ്പോൾ അതാ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടോ, എൻ്റെ ഫോണിപ്പം വെള്ളത്തിലാവും. പിന്നെ അകത്ത് കയറിപ്പോട്ടെ. അപ്പോൾ പെട്ടെന്ന് വന്ന് മഴ പെയ്ത് പെട്ടെന്ന് തിരിച്ചു പോയി കേട്ടോ. ഓടി വന്ന് ഓടിപ്പോയി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് മഴ തീർന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.